ഹലോ എന്ന് റിലീസായി 30 വർഷം പൂർത്തിയാക്കുന്ന ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെയുടെ ക്ലൈമാക്സ് ഫൈറ്റിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത്. തൻ്റെ മുറപ്പെണ്ണിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനും പെങ്ങളെ വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചതിനും കുൽജീത്തും തൻ്റെ കൂട്ടുകാരും ചേർന്ന് രാജിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നുണ്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടി രാജ് അവരെ തിരിച്ചു തല്ലുന്നുമുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു ക്ലൈമാക്സ് ഫൈറ്റ് ചിത്രത്തിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റിനകത്ത് ഉണ്ടായിരുന്നില്ല. 2023 ഇറങ്ങിയ ദി റൊമാൻറ്റിക്സ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യു സീരീസിൽ ഷാറുഖ് ഖാൻ പറയുന്നുണ്ട്, അനുപം ഖേർ ഒരു ട്രാഫിക്കിൽ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് ഷാറുഖ് ഖാൻ യശ് ചോപ്രയുടെ അടുത്ത് നൈസായിട്ട് തനിക്കിതിലൊരു ഫൈറ്റ് സീൻ വേണമെന്ന് അപേക്ഷിച്ചു. സ്ക്രിപ്റ്റിൽ ഇതിൻ്റെ ആവശ്യമില്ലെങ്കിലും ഷാറുഖിനെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ച യശ് ചോപ്ര ഇക്കാര്യത്തിന് സമ്മതിച്ചു. എന്നിട്ട് 1 മണിക്കൂർ സമയം തന്നു രാജും കുൽജീത്ത് തമ്മിലുള്ള ഫൈറ്റ് സീൻ കൊറിയോഗ്രാഫ് ചെയ്യാൻ. പിന്നീട് എഡിറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചെങ്കിലും അവസാനം പടത്തിൽ ഈ ഫൈറ്റിനെ നിലനിർത്തി. 97-ൽ ഷാറുഖ് ഖാൻ തന്നെ നായകനായ പർദേസ് എന്ന സിനിമയുടെ ക്ലൈമാക്സും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം ഈ പറക്കും തളികയുടെ ക്ലൈമാക്സ് ഈ പടത്തിൻ്റെ ഈച്ച കോപ്പിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതോടുകൂടി നമുക്ക് മനസ്സിലാവും ഷാറുഖ് ഖാന് ആക്ഷൻ രംഗങ്ങളോട് എത്രമാത്രം പാഷൻ ഉണ്ടെന്ന്. ഒരു ആക്ഷൻ ഹീറോ ആവാൻ വേണ്ടിയാണ് ഷാറുഖ് ഖാൻ സിനിമയിലേക്ക് വന്നത്. എന്നാൽ വിധി തന്നെ കിങ് ഓഫ് റൊമാൻസ് ആക്കാനാണ് നിയോഗിച്ചത്.